പല നിറത്തിലും ടേസ്റ്റിലുമൊക്കെയുള്ള പഞ്ഞി മിഠായികൾ ഇന്ന് വിപണിയിലുണ്ട്. പഞ്ഞി മിഠായി വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചെറു മണി കിലുക്കി നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ചേട്ടന്മാർ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ അത് അവരെ ഒന്ന് മറക്കാൻ ശ്രമിക്കണം കേട്ടോ. മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ഈ പഞ്ഞി മിഠായി പല വിവാദങ്ങൾക്കും വഴിതെളിച്ചിട്ടുണ്ട് കേട്ടോ. മാരകമായ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് വരെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ഒന്നാണ്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഈ ഒരു ഐറ്റത്തിന് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ പഞ്ഞിമിഠായിയുടെ വിൽപ്പനയും ഉൽപാദനവും നിരോധിച്ചിരിക്കുകയാണ്. ക്യാൻസറിന് കാരണമായ ചില രാസവസ്തുക്കൾ ഈ വസ്തുവിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് തമിഴ്നാട് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് സർക്കാർ ഈ മിഠായിക്ക് നിരോധനം ഏർപ്പെടുത്തി. സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച പഞ്ഞിമിഠായിയുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പഠനങ്ങളുടെ ഫീഡ്ബാക്കിലെല്ലാം പറയുന്നത് ക്യാൻസറിന് കാരണമായ റോഡാമൈൻ ബിയുടെ സാന്നിധ്യം ഇതിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഏതായാലും പഞ്ഞിമിഠായിയുടെ ഉൽപാദനവും വിൽപ്പനയും തമിഴ്നാട്ടിൽ നിരോധിച്ചിരിക്കുന്നതിനാൽ കേരളത്തിലേക്ക് കടന്നു വരാൻ ഏറെ സാധ്യതയാണ്. അതിനാൽ കേരളത്തിലെ ജനങ്ങൾ ജാഗ്രതയും. പഞ്ചസാര ലായനിയും ചില രാസവസ്തുക്കളും മിക്സ് ചെയ്തെടുക്കുന്ന ഈ പഞ്ഞിമിഠായി കേരളത്തിലെ പല വിരുന്ന് സൽക്കാരത്തിലും ഒരു പ്രത്യേക വിഭവമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കഴിവതും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.